എല്ലാവർക്കും നമസ്കാരം. സീതയുടെ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് സ്വാഗതമാണ്. എല്ലാവരും ഒന്ന് സ്വാഗതം പറഞ്ഞേ. ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലെ ഇന്നത്തെ ഹായ്. ആക്ച്വലി എന്തിനാ നമ്മള് പോണേ സമീറ? ഇന്ന് എന്റെ കസിന്റെ നിക്കാഹാണ്. അപ്പൊ എന്നെ കൊണ്ടുപോകാൻ ഇക്ക ഷൂട്ടിലായതുകൊണ്ട് എനിക്ക് പോകാൻ ഒരു വഴിയില്ല, ഭയങ്കര ദൂരെയാണ്. ഭൂതത്തൻ കെട്ടിൽ വെച്ചാണ് നിക്കാഹ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയങ്കരിയായ സീത ദൗത്യം ഏറ്റെടുത്ത് എന്നെയും, അപ്പോൾ ഞങ്ങളുടെ സുന്ദരിമണി ഉണ്ട് ആലുവയിൽ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ പീക്കിരികൾ എല്ലാവരും മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കല്യാണം കൂട്ടിയിട്ട് ഒരുപാട് കാലായി. അതെ, കൊറോണ കാലത്തെ കല്യാണമാണ് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. കൊറോണ കാലത്തില് ഞങ്ങള് വണ്ടി ഓടിക്കുന്നോണ്ടാണ് കേട്ടോ മാസ്ക് ഇല്ലാത്ത, ശ്വാസം മുട്ടി ചത്തു പോണയും, അതുകൊണ്ട് തൽക്കാലം ഊരി വെച്ചതാണ്. പിന്നെ വ്ലോഗ് തുടങ്ങുകയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടാ. പിന്നെ ഇത് കണ്ടേക്കൂട്ടോ, കാണിച്ചോട് ഇത് കണ്ടു. ഇതൊന്നുമില്ല, ചെറുതായിട്ട് കാറിന്റെ ഡോറിന്റെ ഇടയിൽ പെട്ടതാണ്. പക്ഷെ അത് ഈ അവസ്ഥയിലെത്തി. അല്ല ഈ അവസ്ഥയിലെത്തി. അപ്പൊ ഈ അവസ്ഥയിലായതുകൊണ്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പകുതി ഞാൻ ഓടിച്ചോളാം എന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് കയറി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കാറുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഞാൻ ബ്രേക്ക് കിട്ടുമ്പോ ഇവരെല്ലാരും ഫ്രണ്ടിൽ വന്ന് ചാടും. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് ഇരുന്നു, വീണ്ടും ഞാൻ തന്നെ ഡ്രൈവിംഗ് സീറ്റില്. അപ്പൊ ഇനി നമുക്ക് കൊറോണ കാലത്തെ കല്യാണം കൂടലും അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങളും കാണാം. കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കല്യാണത്തിന് പോകാനാണ് ഇറങ്ങിയെങ്കിൽ ഇപ്പൊ ഏതോ കാടും മേടും നാടും താണ്ടി കുറെ മരങ്ങളുടെ ഇടയിലൂടെ, വൻ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ വീരപ്പനെ തപ്പി ഇറങ്ങിയ ഒരു ലക്ഷണത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന കുട്ടികൾ പേടിച്ച് വിരണ്ട് മുണ്ടാത്ത മുട്ടി ഓവർ റിയാക്ട് ചെയ്യണ്ട, ചെറുതായിട്ട് ആവശ്യത്തിന് മതി. ഈ കാടുകളിൽ നിന്നും എപ്പോഴാണ് ആന, കടുവ, പുലി, ഒട്ടകം, മയിലൊക്കെ ഇറങ്ങി വരുന്നത് എന്ന് ഞങ്ങൾ എന്തായാലും നല്ലൊരു പ്രദേശമാണ് ഇവിടെ. അതാ വാണിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്, ആന ഇറങ്ങുന്ന സ്ഥലമാണ്, നിങ്ങൾ സൂക്ഷിക്കാന്ന് കണ്ടോ, വാണിംഗ് ഉണ്ട്. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഞാൻ എവിടെയും കൊണ്ടുപോയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെയും പകരം ചെറിയ ചെറിയ വളവുകൾ വെച്ച് നിങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കാടുകൾ ചുറ്റും ഫോറസ്റ്റ് ആണല്ലോ, ഈ കാട് മൊത്തം മാമലകൾക്കപ്പുറത്ത് മരതകപ്പൊട്ടുടുത്തു മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കല്യാണം കൂടാൻ എത്തി. മാസ്ക് ഇല്ലാത്ത എല്ലാവരുടെയും രൂപം ഇപ്പം കാണാൻ പറ്റുള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ മാസ്ക് കിട്ടി കല്യാണത്തിന് കയറും. എത്രയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല വെയിലുണ്ട്, എത്തിയ സമയം നല്ല അടിപൊളി സമയമാണ്, നല്ല വെയിലുണ്ട്. നിക്കാഹ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാം. ഞാനിടയ്ക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ മുമ്പ് കാണിച്ചതും ഇനി കാണിക്കാനുള്ളതും ഒക്കെ കാണാം. يا ذا الجلال والإكرام ومن كل فتنة وظلمة ووحدة ووحشة يا ذا القوة الكاملة والعظمة الشاملة اللهم അങ്ങനെ ഞങ്ങൾ കല്യാണ പെണ്ണിനെ കണ്ടു.
അതെ ഇവരുണ്ട്. കല്യാണത്തിന് വന്ന് പോസ്റ്റായി നിൽക്കുന്ന ഞാനും സവിതയും. അതെ, സവിത ഒരു ഗർഭിണിയാണ് കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പം മൊത്തം 3 ഗർഭിണികൾ, സവിത, പിന്നെ ഫെനി ആൻഡ് നീന. അപ്പൊ ഇവര് 3 ഗർഭിണികളുണ്ട്. ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ഫോർ ബേബീസ്. ഒരാള് ഡെലിവറി കഴിഞ്ഞേ ഉള്ളൂ ഇപ്പൊ, വർഷയുടെ. സമീർ അവിടെ കസിൻസിന്റെ അടുത്തൊക്കെ വർത്താനം പറയാം. അപ്പൊ പിന്നെ നമ്മൾ അവിടെ പോയി ഇടയിൽ കയറി നിന്നിട്ട് കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ പ്രകൃതി രമണീയത എൻജോയ് ചെയ്യാം, ഫുഡ് കഴിക്കാം, ബേർഡ് സാങ്ച്വറി പോവാം. അതെ, അതൊക്കെയാണ് ഞങ്ങളുടെ ആഗമന ഉദ്ദേശം. പിള്ളേർ 2 പേരും കൂടി പക്ഷികളെ കാണാൻ പോയിട്ടുണ്ട്. ശ്രദ്ധയും ആമയും കൂടിയിട്ട്. ശ്രദ്ധ സവിതയുടെ മോള്. ഈ കൈ വയ്യാത്ത ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഈ വ്ലോഗ് ചെയ്യുന്നത്. അതെ, പാവം. ഈ ഒരു എന്താണ് കഠിനാധ്വാനം നിങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കുന്നത്. ഈ വ്ലോഗ് നിങ്ങൾ എല്ലാവരും മാക്സിമം വിജയിപ്പിക്കണം. അതെ, ഇവിടെ ആർക്കും ഇലക്ഷൻ പ്രചാരണത്തിൽ വോട്ട് പിടിക്കാൻ പോയ എക്സ്പീരിയൻസിലാണ് ഇപ്പൊ ഈ കിടന്ന് പറയുന്നത് അല്ലേ? പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ ടൈം ലാപ്സ് ആയി പോയിട്ട് അതുകൊണ്ട് കുറെയൊക്കെ മിസ്സായി. ഞങ്ങൾ കുറെ ടൈം ലാപ്സ് എടുത്തു. അതിനിടയിൽ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങളത് വീഡിയോ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ടൈം ലാപ്സ് ആയിപ്പോയി. അതെ, അതും വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല, രസമല്ലേ? ഞങ്ങളുടെ ഇനി ഫുഡ് അടിക്കണം. അതാണ് മെയിൻ. 2 പേരും കൂടി എത്തിയിട്ടുണ്ട്. എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. കറക്കാണ് 2 പേരും കൂടിയിട്ട്. ഊഞ്ഞാലാടുന്ന പിഞ്ചു കുട്ടികൾ, 3 പിഞ്ചു കുട്ടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചു. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. വെറുതെ ഇതിനാണെങ്കിൽ കൊതി വറ്റ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒരാള് ഡ്രസ്സൊക്കെ മാറിട്ടോ. പോയ ഡ്രസ്സിലല്ല, 2 പേര് പോയ ഡ്രസ്സിലല്ല തിരിച്ച്. അവരെ ഭയങ്കര പാർട്ടി വേറൊക്കെ ഉപേക്ഷിച്ച് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് സിമ്പിൾ കസവൊക്കെ വെച്ച് കൊടുപ്പിട്ട് ആൾക്കാരായിട്ട് വരണ്ടേ. ഞങ്ങൾ പോണ വഴിക്കുന്നത്. അപ്പൊ ബേർഡ് സാങ്ച്വറിയിൽ കയറാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ് പിള്ളേരെല്ലാം കൂടി ചെയ്തോണ്ടിരിക്കുന്നേ. എന്താവും എന്തോ അറിയില്ല. മനസ്സിലായില്ലേ? അതെ, ഞങ്ങളുടെ ഒരു ട്രാവൽ വ്ളോഗിന് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. ഞങ്ങളൊരു പൊളി വ്ളോഗ് ആയിട്ട് ഞങ്ങൾ കാണിച്ച് തരുന്നതായിരിക്കും അല്ലേ?
കുറെ പാട്ട്, കുറെ ഡാൻസ്, കുറെ ചളി ഒക്കെ ആയിട്ട് എന്തായാലും നമ്മൾ അങ്ങനെയുള്ള പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ജവാൻ ജാനമൻ ഹസീന ദിൽ റുബാ ദിൽ തോ ദിൽ ജവാ ശിക്കാർ ഹോ ഗയാ. ഭക്ഷണം കഴിച്ചതിന്റെ ക്ഷീണം തീർക്കണം. തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഞങ്ങള് ബേർഡ് സാനിറ്ററിയിലേക്ക് കയറാൻ പോകണം കേട്ടോ. ഈ ബാക്കി വഴിയിലത്തെ വീഡിയോ ഒക്കെ കാണിച്ചാൽ ആ ശബ്ദമുള്ള നമുക്ക് കാട്ടില് മൃഗങ്ങളെ കാണാൻ പോകുമ്പോൾ മൃഗങ്ങളുടെ ഓരോരോ ശബ്ദങ്ങളുണ്ടാക്കാം. ഇതെന്ത് മൃഗം? അതല്ല, ഇത് മൊത്തത്തിൽ മൃഗങ്ങളെല്ലാം കൂടി വന്ന പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്യട്ടെ കൊറോണ ആണ് പോലും കൊറോണ. നാട്ടുകാർ മൊത്തം ഈ ഏരിയയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. മാസ്ക് ഇട്ടുകൊണ്ട് കുറച്ച് ശബ്ദം കുറവായിരിക്കും അല്ലേ? അതെ. ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ഇതാ കുട്ടികൾ ഞങ്ങൾ വിചാരിച്ചു തിരക്കൊന്നും ഉണ്ടാവില്ലാന്ന്. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. വാഷിന് ഹാൻഡ് വാഷ് എടുക്കാൻ കാലുകൊണ്ട് ചവിട്ടണം. ഇതാ ഇങ്ങനെ ഹാൻഡ് വാഷ് കിട്ടും, അതെടുക്കും. എന്നിട്ട് അവിടെ വെള്ളത്തിനും ഇതന്നെ താഴെ. ഹായ്, നല്ല ടെക്നോളജി കേട്ടോ. ശരിക്കും ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ പ്രോപ്പറായിട്ടൊക്കെ ചെയ്യണം, ഇങ്ങനെ വെച്ചിട്ടുള്ളത്. കേട്ടോ, 2 എണ്ണം. ആ കിട്ടി. ആ മതി നീ കഴുകും. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. കാണിച്ചു തരാം. യെസ്, ടിക്കറ്റ് വാസ് റെഡി. അപ്പം ഞങ്ങൾ മൂവിയാണ്. നടന്നോളൂ. ഹൈ ഫൈ. ചെല്ലു അങ്ങോട്ട് പോകും. നടക്ക. ഗർഭിണിയുമായി പട്ടേക്കാട് ഇത് കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഞങ്ങൾ. ടിക്കറ്റ് എടുത്തതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൾക്കാർക്ക് 50 കുട്ടികളുടെ 45 ആണ് കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് പാർക്കിംഗ് 25. ഇവിടെ എല്ലാം ഭയങ്കര നന്നായിട്ടാണ് കേട്ടോ. ഈ എന്താ പറയുക, കൊറോണ പ്രോട്ടോക്കോളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. ഞാൻ തിരക്കുണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഇതൊക്കെ നല്ല നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്റർനാഷണൽ പുരുഷ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ രമേശ് പിഷാരടിയുടെ ഒരു വീഡിയോ കേട്ടില്ലായിരുന്നു നമ്മളെല്ലാവരും? ആണുങ്ങൾക്കാണ് സൗന്ദര്യം കൂടുതൽ. ഇത് മയിലിനെ നോക്കൂ, ആണിനാ സൗന്ദര്യം. എന്താണ് ഈ പെൺമയിലിനൊരു സൗന്ദര്യക്കുറവ്? അങ്ങനെ പെണ്ണുങ്ങളെ അധിക്ഷേപിക്കാൻ പാടുള്ളൂ. ഈ മയിലിന്റെ ഇന്നൊരു കേസ് എഴുതി മേടിച്ചാലോ എന്ന് ഞാൻ വിചാരിക്കണം. അഡ്വക്കേറ്റ് സമീർ അബീസ് ഈ പെൺമയിലിന് വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്തു. അതെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനെയാണോ സൗന്ദര്യം ഇല്ലാത്തതെന്ന്? അതെ, എന്താണ് സൗന്ദര്യത്തിന് എന്താണ് കുഴപ്പം? അതിന്റെ കളറിനെ അധിക്ഷേപിച്ചു, അതിന് ജാതിയെ അധിക്ഷേപിച്ചു. ഇപ്പൊ കേസിന് പറ്റിയ സമയാ. ഇപ്പോഴാണെങ്കിൽ കേസ് ഇല്ലാതിരിക്കുക, കേസിന് പറ്റിയ സമയമാണ്. ഹലോ, പറയൂ, നോക്കിക്കണ്ട് പറയൂ. അമ്മ ഇതിൽ സംസാരിക്കാൻ പറ്റില്ല, ഒരു മാസമാണ്. ഹലോ വിശേഷം ചോദിക്കൂ. എത്ര വർഷത്തെ ശിക്ഷയാ? ഗ്രൂപ്പും
ഹെയർ സ്റ്റൈൽ കൊള്ളാം, സൂപ്പർ. അതെ, അപ്പുറത്തേക്ക് അവിടെ കൈ കൊണ്ട് തൊട്ടോട്ടെ സമീറ ആന്റി ഞാൻ തൊട്ടോ ആമിക്ക് തൊടണമെന്ന്. ആ, ഇങ്ങോട്ട് വരാം. തൊട്ടട്ടെ? തൊട്ടട്ടെ? ആ കൊള്ളാം, നല്ല എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ കൊള്ളാം. ഇത് ലയൺ കിങ്ങിലെ ഒരു ക്യാരക്ടർ ഒരാളുണ്ട് ലയൺ കിങ് എന്ന ഡോക്ടർ സലീം അലി, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിരുന്ന ബേർഡ് വാച്ച്, അതായത് പക്ഷികളെ പറ്റി പഠിക്കുന്ന ആളായിരുന്നു ഡോക്ടർ സലീം അലി. പുള്ളിയുടെ പേരിലാണ് ഈ സത്തേക്കാട് ബേർഡ് സാഞ്ചുറി അറിയപ്പെടുന്നത്. ഡോക്ടർ സലീം അലി ബേർഡ് സാഞ്ചുറി എന്നാണ് അറിയപ്പെടുന്നത്. ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്, പക്ഷെ ബോട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബോട്ട് മാത്രമേ ഉള്ളൂ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിങ് 150 രൂപ വന്നത്. ദാറ്റ് മീൻസ് ബോട്ടിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ വെള്ളമില്ല. ആ, എനിക്കിത് ഇങ്ങനത്തെ അത് നല്ല രസമല്ലേ കാണാൻ. നല്ല രസം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പാട്ട് സത്യനാശം ഇതിൽ കൂടിയാണ് പാടിയതാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ഞാൻ കുഞ്ഞല്ല, ഞാൻ ജനിച്ചിട്ടില്ല. കാണരുത്, അല്ല കേട്ടിട്ടില്ല, മിണ്ടരുത്. ആ, നോക്കരുത്. ഇത് നാലാമത്തെ കണ്ടുപിടുത്തമായിട്ട് വരും. കൈയെടുക്കാതെ ചെയ്യാത്ത ഏറ്റവും പുതിയ ആവിഷ്കാരം. അതെ, അതാണിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേ ഇവിടെ ഒരു മയിലിനെ കാണാട്ടോ. ആമിയുടെ ഫ്രണ്ട്സിന്, ഫ്രണ്ട്സിന്റെ അടുത്ത് ഹായ് പറയുന്നില്ലേ? ഒരു ഹായ് പറ. ഹായ്. അവിടെ കുഞ്ഞിക്കൊടിങ്ങന്മാര് ദേ പോയി ആമി ഹായ് പറഞ്ഞപ്പോ അങ്ങോട്ട് പോയി. ആമി എന്തത്? ആമി ആമിയുടെ ഫ്രണ്ട്സ്. ശ്രദ്ധയുമുണ്ട്. ശ്രദ്ധയുടെ ഏതാ ഫ്രണ്ട് കണ്ടുപിടിച്ചു? അതല്ലേ? ഹലോ അടാ കുഞ്ഞിന്റെ എന്റെ ഫ്രണ്ട്സാ. ആഹാ, കുഞ്ഞി അങ്ങോട്ട് പോയി. ഇതാ അതാ അതാ അവിടെ. എന്റെ ഫ്രണ്ട്സാ. എവിടെ? ശ്രദ്ധ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു. ആഹാ, ശ്രദ്ധയുടെ ഫ്രണ്ട്സിന്. ആഹാ, 3 പേരുടെയും ഫ്രണ്ട്സ് ആയല്ലോ. ഹായ്. ഹായ് പറഞ്ഞപ്പോ അങ്ങ് പോയി. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി, ഇരുളും വെളിപ്പെട്ടവും അറിയാതങ്ങനെ ഇരുന്നു നാളുകൾ നീക്കി. അരളിച്ചെടിയുടെ ഇലകന്നടിയിൽ അരമക്കിളിങ്ങി വീശും കാറ്റത്തിലകളുള്ള നമ്മൾ ആയിരക്കണക്കിന് രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് സിംഗപ്പൂറും മലേഷ്യയൊക്കെ പോയി അവിടെയുള്ള ബട്ടർഫ്ലൈ പാർക്കും ബേർഡ് പാർക്കും ക്ലൗഡ് ഫോറസ്റ്റ് ഒക്കെ കണ്ടു. എത്ര മനോഹരമായി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ പൂത്തുലഞ്ഞി കിടക്കുമ്പോഴാണ്. ബട്ടർഫ്ലൈകൾ പാറി നടക്കുന്നു, കുട്ടികൾ പാറി നടക്കുന്നു. എന്ത് രസമുണ്ടാണ്. ഡയലോഗ് പറയായിരുന്നു. ഇവിടെ ഫോട്ടോ സെഷൻ നടക്കുകയാണ് സുഹൃത്തുക്കളെ. ബട്ടർഫ്ലൈയിലും കടുവ. എവിടെ ഫോട്ടോ സെഷൻ? പറിച്ചു, അത് ഞാൻ ചെവിയിൽ വെച്ചു. Proposing. മയിൽ കണ്ണി ഫാൻസി. ഇതാണ് പൂച്ചപ്പഴം. ഇത്
ഏത് ഇത് പൂച്ചപ്പഴം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ വെളുത്ത കളറിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ തിന്നാൻ നല്ല രസമാണ്. ഇപ്പൊ അത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. സുവോളജിയാണ് പഠിച്ചെങ്കിലും ബോട്ടനെ കുറിച്ച് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. ആയിരുന്നല്ലോ. ഓ അത് മാത്രമല്ല എന്റെ വാപ്പാടെ വീട് തലവലപ്പുറമാണ്. അപ്പൊ അവിടെ ഇത് മൊത്തം ഉണ്ടായിരുന്നു. പൂച്ചപ്പഴത്തിന്റെ ഒരു കുന്ന് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയി വെള്ള പൂച്ചപ്പഴം പറിച്ച് കഴിക്കുമായിരുന്നു. ഓർമ്മകൾ ഓർമ്മകൾ മരിക്കുമോ പൂച്ചപ്പഴം. സിംഗപ്പൂർ പോകുമ്പോ ക്ലൗഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഫ്ലവർ ഡൂം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഇത് തന്നെ AC-ക്കകത്താണ്. എന്നിട്ട് ഈ പൂക്കളെല്ലാം നാച്ചുറൽ ആയിട്ട് വിരുന്ന് നിൽക്കുന്നു. അവിടെ എല്ലാ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പുഷ്പങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് വിടർന്നു നിൽക്കുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ ആമിക്ക് പറിക്കാം, അവിടെ പറിക്കാൻ പറ്റില്ല. ഇതൊക്കെ വലിയ ഫൈൻ അടിക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ തുപ്പാം, അവിടെ തുപ്പാൻ പറ്റില്ല. ഇതൊക്കെ ഉള്ളു വ്യത്യാസങ്ങൾ. നേരത്തെ ആമി പറിക്കാം, ആമിക്ക് പറിക്കാന്ന് പറഞ്ഞ ആളാ. എവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആവുമ്പോ പറിക്കാൻ, സിംഗപ്പൂർ പറിക്കാൻ പറ്റില്ല. ഇന്ന് ആമിക്കുട്ടന് ചൊക്കര മോൻ പറിച്ചോട്ടാ. നമ്മുടെ ഗവൺമെന്റ് വെച്ചോണ്ടായിരുന്നു പറിക്കാനാ. ഇതെന്താന്ന്? ഇത് അമ്പലത്തിലൊക്കെ അതിന്റെ ബൊട്ടാണിക്കൽ നെയിം ഇക്സോറ ഇൻഡിക്ക. ഈശ്വര, കുട്ടി മുമ്പ് പഠിച്ചാണെങ്കിൽ ഇപ്പോഴും നല്ല ബോധമുണ്ടല്ലേ? നിനക്ക് വല്ലതും പഠിച്ചത് ഓർമ്മയുണ്ടോ? എനിക്ക് ഒരു കുന്തം ഓർമ്മയില്ല. പക്ഷെ പാറ്റ ഓർമ്മയുണ്ടോ? കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്താ സോറി. മുൻപേ ഒരാള് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അത്ര പഠിച്ചേ. എന്താണ് നീ പഠിച്ചത്? ഒന്നുകൂടി പറഞ്ഞേ. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ. നല്ല ബോധം. സമീറയ്ക്ക് സെക്കൻഡ് എന്താണ് സബ്സിഡറിയുടെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരാളോ ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ചത്. ക്യാമറമാൻ ഇങ്ങോട്ടൊരു ഗപ്പി വന്നു ക്യാമറാമാൻ പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങളുടെ അൽക്കുല സ്ത്രീയിലെ മീൻ ഇഷ്ടമുള്ള ഒരാളുണ്ട്, മീൻ വളർത്തൽ, അനയ ചേച്ചി. അനയയുടെ പ്രിയപ്പെട്ട ഗപ്പികൾ ദൈവിടെ കണ്ടേ. ടോമിനോ തോമസിന്റെ ഫിലിം കണ്ടിട്ടില്ലേ ഗപ്പി? ബഹുത്ത് ഗപ്പ് ഹേ. ഇത് അനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. യെസ്. ഇനി നിന്നെ കൊണ്ടുവന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ഞങ്ങൾ കേൾക്കരുത്. നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ട് അമ്മൂമ്മമാരൊക്കെ വഴനയപ്പം ഉണ്ടാക്കുന്ന, ഇടനയപ്പം വഴനയപ്പം എന്നൊക്കെ പറയുന്ന, ചക്കയപ്പം എന്നൊക്കെ പറയുന്ന വഴന ഇലയാണ് ഈ കാണുന്നത്. നല്ല മണമാണ്. ബേലീഫ് ആണെന്ന് പറഞ്ഞ് ഉണക്കി ഉപയോഗിക്കാനും പറ്റും. ഞാൻ ചെയ്യാറുണ്ട്. അതെ, ഇറച്ചിക്കറിയിലൊക്കെ ഇടാം. അയ്യോ എവിടെ? ഇത് ഞങ്ങളിപ്പോൾ ആനവാഴ, വലിയ വാഴ ഇടപൊച്ചിയോട്ടിലാണ് നിൽക്കുന്നത്. നോക്ക് എന്തൊരു വലിയ ഇലയാന്ന് നോക്ക്. കുറച്ച് ലൈറ്റ് കുറവുണ്ടെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മളൊരു വാഴയുടെ ഇല വെട്ടിയാൽ ഒരു ഇല വെട്ടിയാൽ 2-3 പേർക്ക് സദ്യ കഴിക്കാം. ഇതാകുമ്പോ ഒരു കുടുംബത്തിന് മൊത്തം സദ്യ കഴിക്കാം. കണ്ടോ എന്തൊരു വലുതാന്ന്. അതെ. ഞാൻ എടുക്കട്ടെ. ഓ, കൃഷ്ണ ഭക്ത വന്നു. ആമി എവിടെ? ആമി കൃഷ്ണ ഭക്ത. വേണ്ടടാ, വേണ്ട. ചെമ്പരത്തി താഴെ നിന്ന് കിട്ടിയില്ല, അത് മതി. നടക്ക്. ഞാൻ പഠിച്ചത് പഠിച്ചു. ബട്ടർഫ്ലൈ. അങ്ങനെ കാണിക്കുന്നു. അപ്പോൾ പറന്നു. അങ്ങനെ കാണിക്കരുത്. Butterfly. Oh my butterfly. വന്നാട്ടെ, oh my dear butterfly. ഒരു വയനാടൻ കാറ്റിലെ ഓമന വട്ട. കാട്ടിലെയോ? അമ്മയെ വിളിക്കണം. സ്ക്രാച്ച് ഉള്ള സീഡിയാണ്. എന്താണെന്ന്? പാരീസ് പീകോക്ക്. ഓഹോ, പീകോക്ക് ശരിക്കുള്ള പീകോക്ക് അല്ലാതെ ഇതിലും ഉണ്ടല്ലേ പീകോക്ക്? അങ്ങനെ പാരീസിൽ വരെ ഉണ്ട് പീകോക്ക്. ഞങ്ങള് തൽക്കാലം ഞങ്ങളുടെ എന്താ പറയാ ബേർഡ് സാങ്ച്വറി വിസിറ്റ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ക്ഷീണിച്ച് അവശനിലയായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഒരാൾ ദാഹിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളുടെ ഒരു ഫുൾ ലെങ്ത് വ്ളോഗ് ഞങ്ങൾ പിന്നെ ചെയ്യാം അല്ലേ? അങ്ങനെ ഞങ്ങള് ഇരുന്നു അല്ലേ? നടന്നു വയ്യാണ്ടായി. പിന്നെ കല്യാണം കൂടിയതിന്റെ ക്ഷീണം.
ഇരിക്കുന്നു. ബിരിയാണി തിന്ന ശീലം. എന്നിട്ട് ഫുൾ ഓൺ എനർജി നടന്നു. അതെ. എന്നിട്ട് ഞങ്ങൾ തൽക്കാലം ബേർഡ് സാങ്ച്വറി കാണുന്നത് നിർത്തിയിരിക്കുകയാണ്. ഇനി അടുത്തൊരു ദിവസം ഇത് കാണാൻ വേണ്ടി ഫുൾ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. പിള്ളേർക്ക് ആർക്കും വീട്ടിൽ പോകണമെന്നില്ല. ആമി വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോ തന്നെ സങ്കടം ഭാവമായി തുടങ്ങിയിട്ടുണ്ട്. ഇവര് ഇവിടെ എവിടെങ്കിലും എടുത്ത് കൂടിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. റൂം എടുത്താലോ എന്ന് മൂന്നാർ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ശ്രദ്ധ ഇങ്ങോട്ട് ശ്രദ്ധ ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ട് ബട്ടർഫ്ലൈ പാർക്കില് ബെഡിട്ട് കിടക്കാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെ അതെ, ആര് പൂ പറിക്കാൻ പാടില്ല. അത് ഞങ്ങള് ഫൈൻ അടിച്ചിരിക്കാം. അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കല്യാണം കൂടാനായിട്ട് ഇറങ്ങിയ ആൾക്കാര് ബേർഡ് സാനിറ്റോറിയം കണ്ടിട്ട് മലകളും കേറി ഇറങ്ങി പൂക്കൾ പറിച്ചും കൊണ്ടും അത് എന്തൊക്കെയോ എന്തോ. അപ്പൊ കൈ വയ്യാത്ത എന്നെ കൊണ്ട് ഇത്രയും ദൂരം ട്രൈ കള്ളം പറഞ്ഞു കൊണ്ടുവന്ന ഞാൻ ഓടിച്ചോളാം. പക്ഷെ ജീവനിൽ ഭയമുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഓടിക്കാന്ന് തീരുമാനിച്ചു. അല്ലാട്ടോ, നന്നായി ഡ്രൈവ് ചെയ്യും. പക്ഷെ കാറ് മാറിയപ്പോ ഓടിക്കാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടാണ്. തെറ്റിദ്ധരിക്കരുത്. അടുത്തൊരു ഫുൾ ഞങ്ങൾ ട്രാവൽ വീഡിയോയില് സാമി കംപ്ലീറ്റ് വണ്ടിയിരിക്കുന്നതായിരിക്കും അല്ലെ. അപ്പൊ ഞങ്ങളുടെ കല്യാണം കൂടലും നിക്കാഹ് കൂടലും ഒരു ചെറിയ കറക്കമൊക്കെ ചെറിയൊരു വ്ലോഗായിട്ട് വിവാഹിതരായ എന്റെ കസിനും പുതിയാപ്ലയ്ക്കും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെട്ട ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ലിങ്ക് ഇടാം. അതാണ് ഞങ്ങൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തിയിട്ടുണ്ട്. ഇബ്രാഹിമിന്റെ തല ഇബ്രാഹിമിന്റെ ഫുൾ ഫിഗർ ആയിട്ട് ഞങ്ങൾ അതിൽ കാണുന്നതായിരിക്കും അല്ലെ. ആമി ഭയങ്കര പ്രോട്ടോകോൾ നോക്കല്ലേ, ഇപ്പോഴും മാസ്ക് മാറ്റിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ കൺക്ലൂഷൻ പറയാനായിട്ട് മാസ്ക് മാറ്റാണ് എന്നൊക്കെ, കൺക്ലൂഷൻ പറയാൻ മാസ്ക് മാറ്റാണെന്ന് പറഞ്ഞിട്ടും ആമി മാസ്ക് മാറ്റാൻ തയ്യാറല്ല. ഏറ്റവും നല്ല കുട്ടികളാവാൻ അതെ, നിലത്ത് കിടന്ന പൂവൊക്കെ എടുത്ത് കൈ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അല്ലല്ല, ഇത് നിലത്ത് കിടന്നതാ. ഓക്കെ, അപ്പൊ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ഞങ്ങക്ക് സങ്കടായി. ഞങ്ങൾക്ക് പോണത് ഇഷ്ടമല്ല വീട്ടിലേക്ക്. ബൈ, ടാറ്റാ.